ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു ടെറസ് ഗാർഡൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു 3 പഴച്ചെടികളാണ് നടാൻ പോണത്. ദൽഹരി ചാമ്പ, ഉമ്മർ ചാമ്പ, സ്വീറ്റ് ലൂബി. ടേസ്റ്റിൽ ഭയങ്കര മുന്നിൽ നിൽക്കുന്ന ചാമ്പയാണെന്നാണ് എല്ലാവരും പറയണത്. ചെടി നടാനായിട്ട് 200 ലിറ്ററിൻ്റെ ഡ്രമ്മ് ഹാഫായി മുറിച്ചിട്ടാണ് നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഓടിൻ്റെ കഷ്ണങ്ങൾ അടിയിലിട്ട് കൊടുത്തു. മേലൊരു ലെയർ ചകിരി ഇട്ട് കൊടുത്തു. കരിയില ഇത്തിരി അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓടിൻ്റെ കഷ്ണങ്ങളും ചകിരിയും അടിയിൽ നിരത്തുന്നത് മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ സഹായിക്കും. ഈ പോട്ടിൻ്റെ അടിയിലേക്ക് മണ്ണ് പോകാതിരിക്കാൻ. പിന്നെ വളങ്ങളും അതിൽ തങ്ങി നിൽക്കും. വെള്ളം മാത്രം ഡ്രെയിനായിട്ട് പോകും. അടുത്ത പ്ലാന്റ് നടാനുള്ള പോട്ടും ഏകദേശം അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തു. നമ്മളിന്ന് 3 പഴച്ചെടികളാണല്ലോ നടുന്നത്. നമ്മളുടെ ഈ പോട്ടിംഗ് മിക്സിലുണ്ടല്ലോ 15 ദിവസത്തോളം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റി വെച്ച് അതിനുശേഷം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഉണങ്ങിയ കാലിവളവും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയ മണ്ണാണിത്. ഇതിലോട്ട് വാമും ട്രൈക്കോഡർമയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ട്രൈക്കോഡർമ ഉണ്ടല്ലോ, അത് നല്ലൊരു കുമിൾനാശിനിയാണ്. ചെടികളുടെ വേരുകൾക്ക് ഉണ്ടാവുന്ന ചീയൽ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ജൈവവളങ്ങളെയും സമ്പുഷ്ടീകരിച്ച് നല്ലൊരു വളമാക്കി മാറ്റാൻ ട്രൈക്കോഡർമ സഹായിക്കും. ട്രൈക്കോഡർമ ലിക്വിഡായിട്ടും കിട്ടും, അതുപോലെ പൗഡറായിട്ടും കിട്ടും. നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും എക്സ്പയറി നോക്കി തന്നെ വാങ്ങണേ, പുതു തന്നെ വാങ്ങാൻ ശ്രമിക്കണേ. അതുപോലെ വാമ് നല്ലൊരു ജീവാണുവളമാണ്. പ്ലാന്റ്സിന് നല്ല വേരുപടലം ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടും. മണ്ണിൽ കൂടിയുള്ള നിമാവിരകളെ തടയും. അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളവും ന്യൂട്രിയൻസും ഒക്കെ മണ്ണിൽ നിന്ന് നന്നായി വലിച്ചെടുത്ത് ചെടിയെ വളരാൻ സഹായിക്കും. അതുപോലെ മണ്ണിലെ ഫോസ്ഫേറ്റിനെ ഫോസ്ഫറസ് ആക്കി ചെടികൾക്ക് വലിച്ചെടുക്കാൻ കൂടെ സഹായിക്കും. നമ്മളിവിടെ ആദ്യം നടുന്നത് ഉമ്മർ ചാമ്പയാണ്. നമ്മൾ ഈ പ്ലാന്റ് വാങ്ങുമ്പോൾ ചെറിയ കവറിലാണ് കിട്ടിയിരുന്നത്. നമ്മൾ പിന്നെ അതിനെ ഒരു പോട്ടിലേക്ക് മാറ്റി ഇപ്പോൾ അതൊന്ന് ഡ്രമ്മിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മളിതിൽ അടിയിൽ കരിയില നന്നായി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കരിയില ദ്രവിക്കുമ്പോൾ നന്നായി മണ്ണ് വീണ്ടും താഴും. അപ്പോൾ നമുക്ക് വീണ്ടും വളങ്ങൾ ഇട്ട് കൊടുക്കാൻ സൗകര്യമായിരിക്കും. കൂടുതലായിട്ടും ലിക്വിഡ് വളങ്ങളാണ് ഡ്രമ്മുകളിലേക്ക് പ്രിഫർ ചെയ്യണത്. പോട്ടിംഗ് മിക്സിൽ ഒരുപാട് വളങ്ങൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു 6 മാസത്തിന് ഇനി വളങ്ങളൊന്നും കാര്യമായിട്ട് ചേർക്കണ്ട. കീടനിയന്ത്രണത്തിനായിട്ട് ബിവേറിയ 15 ദിവസത്തിലൊരിക്കൽ തളിച്ചു കൊടുക്കുക. അതേപോലെ സ്യൂഡോമോണസ് ആയാലും 15 ദിവസം ഇടവിട്ടിട്ട് ഉപയോഗിക്കാം. രണ്ടാമത് നട്ട പ്ലാന്റ് ഉമ്മർ ചാമ്പയാണ്. ചാമ്പകളിൽ കേമനൊക്കെ അവകാശപ്പെടുന്ന ചാമ്പകളാണ്. ഇതുപോലെ ഡ്രമ്മുകളിൽ പ്ലാന്റ്സ് നടുമ്പോഴേ ഇത്തിരി അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളങ്ങനെ 2 പ്ലാന്റ്സ് ഏകദേശം നട്ട് കഴിഞ്ഞു. ഈ പ്ലാന്റ്സ് നട്ടതിന് ശേഷം നന്നായി പൊതയിട്ട് കൊടുക്കുക. കരിയിലയോ പച്ചിലകളോ ചേർത്തിട്ട് പൊതയിട്ട് കൊടുക്കുക. പൊതയിട്ട ശേഷം നന്നായി നനച്ചും കൊടുക്കണേ. മണ്ണിൻ്റെ മുകൾ വശത്ത് എപ്പോഴും ഈർപ്പം നിലനിർത്തണം. നമ്മളിതിൽ ട്രൈക്കോഡർമയും വാമും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ മണ്ണിൻ്റെ മുകളിൽ എപ്പോഴും നല്ല ഈർപ്പം വേണം. നമ്മളിപ്പോൾ ഇവിടെ വേപ്പിൻ്റെ ഇലയാണ് പൊതയിടാനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട് വെറൈറ്റി ചാമ്പകൾ നട്ട് കഴിഞ്ഞു. ഇനി സ്വീറ്റ് ലൂബിയാണ് നമുക്ക് നടാനുള്ളത്. സ്വീറ്റ് ലൂബിൻ്റെ ഏത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല. സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞ് തന്നതാണ്.
സ്വീറ്റ് ലൂബിയുടെ പ്ലാന്റ് ഇത്തിരി നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. വേരുകൾക്കൊന്നും ക്ഷതം പറ്റാതെ മെല്ലെ ബ്ലേഡ് കൊണ്ട് കവർ റിമൂവ് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് മണ്ണിലേക്ക് നട്ടു കൊടുക്കാം. ഇതുപോലെ കവറിൻ്റെ അടിവശം ആദ്യം കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. പിന്നെ പ്ലാന്റ് മണ്ണിലേക്ക് ഇറക്കി വെച്ച ശേഷം മുകൾ ഭാഗത്തെ കവർ കൂടെ മെല്ലെ റിമൂവ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിന് ഒരിളക്കവും സംഭവിക്കാതെ വേരുകൾക്കൊന്നും ക്ഷതം പറ്റാതെ നമുക്കിതിൽ ഇറക്കി വെക്കാൻ പറ്റും. അങ്ങനെ 3 പ്ലാന്റുകളും നട്ട് കഴിഞ്ഞു. ഇനി നന്നായി പൊതയിട്ട് നല്ല നനവ് കൊടുക്കുക. നനയ്ക്കണ സമയത്ത് ചെടികളെയും കൂടെ ഒന്ന് നന്നായി നനച്ചെടുക്കുക. നമ്മുടെ ഈ ടെറസ് ഗാർഡൻ്റെ അപ്ഡേറ്റ്സുകളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.